ഇന്നത്തെ റെസിപ്പി ചിക്കൻ വെച്ചിട്ടുള്ള മക്രോണിയാണ്. മക്രോണി ഞാൻ പല വിധത്തിൽ ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഒരു ഐറ്റത്തിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചിക്കൻ എത്രയാണോ അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിവിടെ ഒരു സവാള, വലിയൊരു സവാള എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു 2-3 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്ത് ചതച്ചിട്ടിട്ടുള്ളത്. അത് പച്ചമണം മാറുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. തക്കാളി ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള എല്ലില്ലാത്ത പീസാണിത്. അപ്പോൾ അത് ഇട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് അനുസരിച്ച് നമുക്ക് ചിക്കനൊക്കെ ചേർത്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ഒരു ചെറിയൊരു ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഞാനിത് മുന്നേ വേവിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ചെറിയ തക്കാളിയും കൂടി ഇട്ടെടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ചിക്കനിലുള്ള തണുപ്പായി നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചതാണെങ്കിൽ അതിന് തണുപ്പും അതുപോലെ തന്നെ അതൊന്ന് നന്നായി സോഫ്റ്റ് ആവാനൊക്കെ നല്ലതാണ്. അപ്പം തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി ഇടയിൽ നിന്ന് നമുക്ക് ഉടച്ചെടുക്കുക. അതുപോലെ ചിക്കൻ്റെ പീസുകൾ നമുക്ക് ഉടച്ചെടുക്കാവുന്നതാണ്. വലിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെറിയ പീസുകളാക്കി മാറ്റാം. നന്നായിട്ട് അതൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളൊരു കറി രൂപത്തിലല്ല ചെയ്യുന്നത്. ഒരു അത്ര ഗ്രേവിയൊന്നുമല്ല, ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ചിക്കൻ മക്രോണി തന്നെയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ. ഞാൻ സാധാരണ ഉണ്ടാക്കാറ് ഇതേപോലെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്കും മക്രോണി വേവിച്ചിടാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാനൊരു വ്യത്യസ്തമായിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കി. അപ്പോൾ എനിക്കും ഇവിടെ വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടിയൊന്നും ഒരുപാട് വേണ്ട. ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്നത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെറിയ നനവ് പോലെ തോന്നിയാലും അത് പ്രശ്നമില്ല. ഞാൻ വേറൊരു പാത്രത്തിൽ ഈ സമയത്ത് തന്നെ ഞാൻ മക്രോണി വേവിക്കാൻ വെച്ചിരുന്നു. മക്രോണിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രൈനറിലേക്ക് മാറ്റി നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ അതുപോലെ നന്നായിട്ട് മസാല ഒക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ ചിക്കൻ മക്രോണി വേവിച്ചെടുത്തത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള അളവിലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അളവ് കൂട്ടുമ്പോൾ എല്ലാത്തിൻ്റെ അളവും കൂട്ടി കൊടുക്കണം കേട്ടോ. ഇത് കഴിക്കാൻ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗണിൽ നിന്ന് വിട്ടപ്പോൾ ഒരു കയ്പ്പ് രസം എങ്ങാനും വരുമോ എന്നൊക്കെ ഭയപ്പെട്ടിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു. നമുക്ക് ഇങ്ങനെയൊന്നും ഫീൽ ചെയ്തിരുന്നില്ല. ഈ നനവൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആകുമ്പോൾ ഈ നനവൊന്നും ഫീൽ ചെയ്തിരുന്നില്ല. നമ്മൾ അതിൻ്റെ ഇടയിൽ ചിക്കൻ്റെ പീസുകളൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ സമയത്ത് നമ്മൾ കുറച്ച് ബിരിയാണി മസാലയാണ് ഞാൻ ചേർത്തെടുക്കുന്നത്. അതും കൂടെ ചേർത്തെടുത്തു. പിന്നെ കുറച്ച് ഒറിഗാനോ ചേർത്തെടുക്കുന്നുണ്ട്. ഒറിഗാനോ, പാർസ്ലി, അതൊക്കെ അതിൻ്റെയൊക്കെ ലീവ്സൊക്കെ പിന്നെ ഇങ്ങനെ ഇതുപോലെ ഡ്രൈ ലീവ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടെടുക്കാം. അങ്ങനെയൊക്കെയുള്ള ചേർത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ ഒറിഗാനോ മാത്രമേ ചേർത്തെടുത്തിട്ടുള്ളൂ. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ഒറിഗാനോ ഒന്നും കയ്യിലില്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കാതിരിക്കൊന്നും വേണ്ട. അതൊന്നും ഇട്ടില്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമുക്കിതിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഞാൻ സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ഒനിയനൊക്കെ ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. സ്പ്രിംഗ് ഒനിയനും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം ഇളക്കേണ്ട, പിന്നെ അടുപ്പിൽ വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഇട്ടെടുത്താൽ മതി. അപ്പോൾ ആ ചെറിയ ചൂടിൽ കിടന്നിട്ട് തന്നെ നല്ല ടേസ്റ്റായിട്ട് വരും. അതിൻ്റെ ചെറിയൊരു ഒന്നിങ്ങനെ ആ നല്ല പച്ചയുള്ള ഒരു കുത്തലൊക്കെ മാറി നല്ലൊരു ചൊവ്വായി വരും. അപ്പോൾ നമ്മൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും
തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ല. അപ്പോൾ ഇതേപോലെ ഉണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് കഴിക്കുന്ന സമയത്ത്. നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു. ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്കൊന്നും എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അധികം എരിവൊന്നും ഇടാതിരുന്നാൽ മതി. കുട്ടികളൊക്കെ കഴിക്കുന്നതിനനുസരിച്ചുള്ള എരിവൊക്കെ ചേർത്ത് നല്ല അടിപൊളി ഒരു ഡിഷ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.